ശ്രീരാഗം കുടുംബമിത്രങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാനിന്ന് ഭഗവാന്റെ പഞ്ചകന്യകുമാരുടെ വിവാഹത്തെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതിന് എനിക്ക് അവസരം തന്ന ശ്രീരാഗം കുടുംബത്തിലെ പ്രിയ അഡ്മിൻസിനോട് എനിക്ക് ഉള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഭഗവാന്റെ കാളിന്ത്യാദി പഞ്ചകന്യകുമാരുടെ വിവാഹം വിവരിക്കാം. ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം ഹനുമാനാകുന്ന ധ്വജത്തോടുകൂടി അർജുനൻ്റെ രഥത്തിൽ അർജുനനോടുകൂടി നായാട്ടിനായി വനത്തിലേക്ക് പോയി. നായാട്ട് കഴിഞ്ഞ ശേഷം അർജുനൻ വെള്ളം കുടിക്കുവാനായി യമുനാ നദിയിലേക്ക് പോയി. ആ സമയത്ത് അദ്ദേഹം യമുനാ കുലത്തിൽ വെച്ച് സുന്ദരിയായ ഒരു കന്യകയെ കണ്ടുമുട്ടി. അവളുടെ വിവരങ്ങൾ അന്വേഷിച്ച അർജുനനോട് താൻ സൂര്യപുത്രിയായ കാളിന്തിയാണെന്നും വിഷ്ണു ഭഗവാനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും യമുനാ നദിയിലെ അന്തർഭാഗത്താണ് താമസമെന്നും പറഞ്ഞു. യമുനാ നദിയും കാളിന്തിയും ഒരേ നദി തന്നെയാണ്. ഇവിടെ കാളിന്തി എന്ന കന്യക ആ നദിയുടെ അതിദേവതയാണ്. അങ്ങനെ കാളിന്തി പറഞ്ഞ പ്രകാരം അർജുനൻ അതേ വിധത്തിൽ ശ്രീകൃഷ്ണനോട് ആ വിവരം പറഞ്ഞു. ഈ വിവരങ്ങളെല്ലാം ഭഗവാന് അറിയുമായിരുന്നു. ഭഗവാൻ അവളെ രഥത്തിൽ കയറ്റി യുധിഷ്ഠിരൻ്റെ സമീപത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അർജുനൻ്റെ അറിവോടുകൂടി അവളെയും കൊണ്ട് ദ്വാരകയിലേക്ക് മടങ്ങുകയും അവിടെ വെച്ച് നല്ല ഒരു ശുഭമുഹൂർത്തത്തിൽ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നെ മിത്രവിന്ദയുമായുള്ള വിവാഹത്തെ പറ്റി പറയാം. അതിനുശേഷം ഭഗവാൻ മിത്രവിന്ദയുമായുള്ള വിവാഹമാണ്. അതിൻ്റെ ശേഷം അവന്തി രാജ്യത്തിലെ രാജപുത്രന്മാരും ഭഗവാന്റെ പിതൃ സഹോദരിയായ രാജാധിദേവിയുടെ പുത്രന്മാരുമായിരുന്നു വിന്ദാനുവിന്ദന്മാർ. അവരുടെ സഹോദരിയായ മിത്രവിന്ദയെ ഭഗവാനിൽ അനുരക്തയായെന്ന് അറിഞ്ഞിട്ടും ഭഗവാനെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആ സഹോദരന്മാർ തയ്യാറായില്ല. എന്നാൽ ഭഗവാനാവട്ടെ മറ്റു രാജാക്കന്മാർ നോക്കി നിൽക്കെ തന്നെ അവളെ അപഹരിച്ചു കൊണ്ടുപോയി വിവാഹം കഴിച്ചു. ഇങ്ങനെയാണ് മിത്രവിന്ദയുമായുള്ള വിവാഹം. അതിനുശേഷം ഭഗവാൻ വിവാഹം കഴിച്ചത് കോസല രാജാവായിരുന്ന നഗ്നജിത്തിൻ്റെ പുത്രിയായ സത്യയായിരുന്നു. ഭയങ്കരന്മാരായ 7 കാളുകളെ പോരിൽ തോൽപ്പിക്കുന്നവന് മാത്രമേ സത്യയെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നായിരുന്നു കോസല രാജാവിൻ്റെ നിശ്ചയം. അനേക രാജാക്കന്മാർ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു. ഇച്ഛാഭംഗത്തോടുകൂടി മടങ്ങിപ്പോയി. ഇതറിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു വലിയ സൈന്യവുമായി സ്ഥലത്തെത്തി. രാജാവ് ഭഗവാനെ സസന്തോഷം സ്വീകരിച്ചു. അങ്ങനെ ഭഗവാനെ കണ്ട സത്യ മനസ്സുകൊണ്ട് ഭഗവാനെ ഭർത്താവായി വരിച്ചു. അതിനുശേഷം ഭഗവാൻ പോര് ജയിക്കുവാനായി 7 ദേഹങ്ങൾ സ്വീകരിച്ചു. 7 കാളുകളെയും പരാജയപ്പെടുത്തി. നിബന്ധന പ്രകാരം കയറുകൊണ്ട് ബന്ധിച്ച് ഇതുകൊണ്ട് പ്രീതനായ രാജാവ് പുത്രിയായ സത്യയെ സ്ത്രീധനമായി അനേകം സമ്പത്തും മാന, കുതിര എന്നിവയും കൊടുത്ത് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഭഗവാൻ അവളെ സ്വീകരിച്ച് ആഘോഷപൂർവ്വം ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. സത്യയെ തങ്ങൾക്ക് കിട്ടാത്തതിൽ നിരാശരായി മടങ്ങിയ രാജാക്കന്മാർ ഭഗവാനെ തടഞ്ഞു നിർത്തി. എന്നാൽ അർജുനൻ അവരെയെല്ലാം പരാജയപ്പെടുത്തി സത്യയോടുകൂടി ഭഗവാൻ അവളെ വിവാഹം കഴിച്ചു. അതിനുശേഷം ഭഗവാന്റെ പിതൃ സഹോദരിയായ ശ്രുതകീർത്തിയുടെയും കേകയ രാജാവിൻ്റെയും പുത്രിയായ ഭദ്രയെ സഹോദരന്മാരായ സന്ദർധനാദികൾ ഭഗവാനെ സന്തോഷപൂർവ്വം വിവാഹം കഴിച്ചു കൊടുത്തു. ഭഗവാന്റെ 8ാമത്തെ പത്നിയായി മദ്രകന്യകയായ ലക്ഷ്മണയായിരുന്നു.
അതിൻ്റെ നിബന്ധന ജലത്തിൽ ഛായ മാത്രം കാണാവുന്ന മത്സ്യമാകുന്ന ലക്ഷ്യത്തെ അമ്പെയ്ത് കൊള്ളിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവളെ നൽകുകയുള്ളൂ എന്നായിരുന്നു നിബന്ധന. ഒട്ടനവധി രാജാക്കന്മാർ ആ പരീക്ഷണത്തിൽ പരാജിതരായി മടങ്ങി. അതിനുശേഷം ഭഗവാൻ അവിടെ ചെന്ന് ആ പന്തയത്തിൽ ജയിക്കുകയും ലക്ഷ്മണയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ ഭഗവാന്റെ അഷ്ടപത്നിമാരായി രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നിവർ ഉണ്ടായി. ഇതാണ് ഭഗവാന്റെ വിവാഹത്തിൻ്റെ കഥ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ. ഹരേ കൃഷ്ണ.